ഗൈസ്, അപ്പം ഇന്ന് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭയത്തെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാവും, ഒരു പേടി. എങ്ങനെ വേണം ഇനി, എന്താ പറയുക, എന്ത് ചെറിയ ചെറിയ കാര്യം. ചിലർക്ക് ഇരുട്ടിനെ പേടിയാണ്, ചിലർക്ക് പാമ്പിനെ പേടിയാണ്, ചിലവർക്ക് എന്താ പറയുക ഹൈറ്റ് പേടിയുള്ളവരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേടിയുണ്ട്. പക്ഷെ ഈ പേടിയൊക്കെ സോൾവ് ചെയ്യാൻ ചില ആൾക്കാർ പറയുന്ന ഒരു സിമ്പിൾ ഒരു ടെക്നിക്കാണ് ആ പേടീനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ എന്ത് പേടിയുണ്ടെങ്കിലും നമ്മളത് ഫേസ് ചെയ്യാണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ പേടി പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റാണത്. അത് ചിലവരൊക്കെ എന്തൊക്കെ ഫോബിയ അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ സംഭവം എന്ന് പറയും, പേടിയുള്ളതിനെ. ഇതൊക്കെ ഭയങ്കര പേടി, പാമ്പിനെ പേടിയുള്ളവര്, ഇങ്ങനെ ഇങ്ങനെ പല പല പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഫോബിയ ഈ പേടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡും ചുമയൊക്കെ ചെറുതായിട്ടുണ്ട്, ഇങ്ങനെ മാറുന്നില്ല. ഒന്ന് ചെറുതായി നിന്നോണ്ടിരിക്കും, ഇനി എന്താണ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഈ പേടിയൊക്കെ മാറണമെങ്കിൽ ആ പേടീനെ ഫേസ് ചെയ്യണം. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു മരണഭയം ഉണ്ടാവാറുണ്ട്. എന്താണെന്ന് അറിയില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവുക, ഇനി ഈ കാര്യത്തിലേക്കൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകൾ എന്താ ഉണ്ടാവുക, നമുക്കിനി ഓർമ്മയുണ്ടാവുമോ. ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ സ്വർഗം നരകമൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും സ്വർഗത്തിൽ പോവുക അല്ലെങ്കിൽ നരകത്തിൽ പോവുക നമ്മൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്സാണ് ഉള്ളത്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ കാണും, മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് മരിച്ച ആൾക്കാരെ കാണും. ഇതൊക്കെയാണ് എൻ്റെ തോട്ട്സായിട്ട് വരാറുള്ളത്. പക്ഷെ ഞാൻ പിന്നീട് തോന്നി, ഒരിക്കലും നമ്മളത് എന്തായാലും നമ്മുടെ ലൈഫിൽ ഉള്ളതാണ്, നമ്മുടെ കൂടെയുള്ള ഒരു കാര്യമാണ്. അതിനെ ഓർത്ത് പേടിച്ചിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ ജീവിക്കുക, നമ്മൾ പ്രസൻറ്റിലെ ലൈഫിൽ ജീവിക്കുക. ഇല്ലെങ്കിൽ അതൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് പിന്നീട് റിഗ്രറ്റ് ആവുന്ന ഒരു കാര്യം അതായിരിക്കും. അയ്യോ, ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് മറ്റേ കുട്ടികളായിരുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി നന്നായി എൻജോയ് ചെയ്യായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തോന്നും പോരാ, അത് കുറച്ചുകൂടി നന്നായി എൻജോയ് ചെയ്യായിരുന്നു. +2 നന്നായി എൻജോയ് ചെയ്യായിരുന്നു, 10th നന്നായി എൻജോയ് ചെയ്യായിരുന്നു, കോളേജ് ലൈഫ് ഇനിയും അടിച്ചു പൊളിക്കുകയായിരുന്നു, ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അത് എപ്പോഴും ഒരു അയ്യോ അത് കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നും. കാരണം നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ഭാവി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. കുട്ടിക്കാലത്ത് ആകെ നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു, അടിച്ചു പൊളിക്കുന്നു, പിള്ളേരായി കളിക്കാൻ പോകുന്നു, വൈകിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, ഗ്രോണപ്പ് ആവും തോറും ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഓഫ്കോഴ്സ് എൻ്റെ ആ പേടി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഇനി ഫ്യൂച്ചർ എന്താണ്, ഒന്നും പിടികിട്ടണില്ല. ഒരു എന്താ പറയുക, നമുക്കിനി ഇവിടുന്ന് ഇനി എന്തൊട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ ഇത് മുമ്പ് ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ബ്ലാങ്ക് ആണ് എന്താണെന്നൊക്കെ ഉള്ളൊരിത്. ഇപ്പോൾ ബ്ലാങ്ക്നെസ് ഒക്കെ മാറി. പക്ഷെ എന്നാലും ഫ്യൂച്ചർ ഓർക്കുമ്പോൾ അയ്യോ ഇനി ഇന്നതൊക്കെ ചെയ്ത് വെക്കണ്ടേ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. നമ്മൾ അതിന് ഫ്ലോയിൽ വിടുക, അല്ലാണ്ട് പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. ആ ഫ്ലോയിൽ അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫ്രീ ആകും. പ്രസൻറ്റിൽ ജീവിക്കാൻ നോക്കണം. കുറച്ചുകൂടി എന്താ പറയുക, ഉള്ളിൽ എൻജോയ് ചെയ്യുക, അത്ര തന്നെ. വേറെ കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് സെറ്റായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ പേടിയുള്ളവരും പേടിയുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ഹൈറ്റ് പേടിയുള്ളവർ എന്താ പറയുക, വല്ല മറ്റെന്താ പറയുക ബങ്കി ജമ്പോ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ മറ്റേ ഇരുട്ടിനെ പേടിയുള്ളവർ രാത്രി ഇറങ്ങി നൈറ്റ് പാക്ക് എടുത്തുക. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക പരമാവധി. അപ്പം അത്രേ ഉള്ളൂ. നൈറ്റ് പാക്ക് നടത്തുക പറഞ്ഞാൽ പരമാവധി ആദ്യമൊക്കെ കൂടുതൽ വെച്ച് നടത്തുക, പിന്നെ പതിയെ പതിയെ ഒറ്റയ്ക്ക് നടത്തുക. പിന്നെ അറിയാലോ നമ്മുടെ നാടാണ്, പാമ്പ് പട്ടി എല്ലാം ഉണ്ടാവും. അതൊക്കെ സേഫായി നോക്കിയിട്ട് നടക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ എന്താ പറയുക, ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ട് ചെയ്യാട്ടോ. ഒരിക്കലും ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഒരാളുടെ സജഷൻ അങ്ങോട്ട് എടുത്തിട്ട് പടയ്ക്കാൻ നിൽക്കണ്ട. ഞാൻ ഫ്ലോയിലൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇപ്പോൾ പൊട്ടവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇതിലൊക്കെ കറക്റ്റ് എന്താ തെറാപ്പിയും അതൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാനുള്ളവരൊക്കെ ഡോക്ടറെ കണ്ട് ആ തെറാപ്പിയൊക്കെ എടുത്ത് പെർഫെക്റ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് വിചാരിച്ചത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ട് പോലില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മളാരും എന്താ പറയുക, ആ ഒരു ഇതിൽ ജീവിക്കണമല്ലോ എന്ന് ഓർത്ത് പറയുന്നതാണ്. നമ്മൾ ആ ഒരു ഭയത്തെ മാറ്റിയിട്ട് ജീവിക്കണം. അങ്ങനെയുള്ളവർ ഫോബിയൊക്കെ ഉള്ളവർ പരമാവധി ഡോക്ടേഴ്സിനെ കണ്ട് അതിനെന്ത് തെറാപ്പിയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഓർത്തിട്ട് ചെയ്യാട്ടെ. അപ്പം അത്രയേ പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.